വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഈ മാസത്തെ ആദ്യത്തെ വ്ളോഗ്. ഈ മാസം കഴിഞ്ഞ മാസം ഏതൊരു വ്ളോഗ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. എന്നാൽ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ടില്ല. എന്നാണോ ഗൈസ്, മടുപ്പാണ്. ഈ ക്ലാസ്സും ബഹളവും അതും ഇതുമൊക്കെ ആയിട്ട് സമയമില്ല ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഇന്നത്തെ പരിപാടി തന്നെ ചുമ്മാ ഇരുന്നപ്പം നമ്മുടെ ജർമ്മൻ പഠിക്കുന്ന പയ്യന്മാരുണ്ട്, എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു എങ്ങോട്ടേലും പോകാമെന്ന്. അപ്പോൾ ഞാൻ ഇതേ നമ്മുടെ വണ്ടിയായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് പണിതെല്ലാം സെറ്റ് ചെയ്ത് ഇറക്കി, പുതിയ ടാങ്ക് വെച്ച്, പുതിയ പമ്പ് വെച്ച്, ഇപ്പം എല്ലാം സെറ്റാണ് ഗൈസ്. ഒരു കുഴപ്പമില്ല, നിലവിലൊരു കുഴപ്പമില്ല. ഇനി വണ്ടി എടുക്കാതിരുന്ന് കിട്ടിയ ഓരോരോ പണിയാണ് ഗൈസ് ഇതൊക്കെ. അവരുടെ ഹോസ്റ്റലുണ്ട് അവിടെയാണേ. അവിടെ നിന്ന് രണ്ടാന്മാർ ഇനി ഇറങ്ങി വരണം. നമ്മൾ 4 പേര് അങ്ങോട്ടുള്ളതെന്ന് തോന്നുന്നു. എങ്ങോട്ടേലും പോകുന്ന പറഞ്ഞമാർ വിളിച്ച്, പിന്നെ എങ്ങോട്ടേലും പോകുന്ന ഓർത്ത് ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇനി വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഒറ്റ പോക്ക് വന്നു. അപ്പം ഇനി എങ്ങോട്ട് പോകാനാണ്? വലിയ ഇരിക്കല്ലോ അങ്ങോട്ട് വല്ലതും ആയിരിക്കും. കോട്ടയത്ത് നമ്മളോടെല്ലാം അടുത്തുള്ള എങ്ങോട്ടെല്ലാം പോകാൻ നമ്മൾ പറഞ്ഞു. പയ്യന്മാർ വേറെ അടുത്തും വരുന്നതുണ്ട്. ഞാനിവിടെ വന്ന് നിൽക്കുക. അമ്മമാർ ഇറങ്ങി ഒന്നുമില്ല. ഇറങ്ങി വരാം. ഇത് നമ്മൾ അമ്മമാരെ കിട്ടി ഗൈസ്. വരുന്നുണ്ട്. അവിടെ പോവാ. അവനെന്തി മറ്റവൻ ലിയോണെന്തി? ഇത് പ്രാങ്ക് ആയിരുന്നു ഗൈസ്. നമ്മളെങ്ങും പോകുന്നില്ല. മച്ചാൻ എവിടെ പോവാ? ടൗൺ വരാം. എന്നാ ശരി, ഇതുവരെ നേരെ ഇറങ്ങി അങ്ങ് കേട്ടോ. എനിക്കറിയത്തില്ല. ഞാൻ റെഡിയായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു ഗൈസ്. ഇമാര് പോകുന്നില്ലെന്ന് ഓർത്ത് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഇനി ഇങ്ങോട്ട് വ്ളോഗ് എടുക്കുക എന്റെ ഇഷ്ടം. നീ പറ്റത്തില്ല, മാറിയുന്നു. പിന്നെ ഇതിനകത്ത് എടുക്കുന്നില്ല. നീ പറ്റത്തില്ല, മാറിയുന്നു. ഇല്ല, എനിക്ക് പനിയൊന്നുമില്ല ഗൈസ്. ഒരുത്തിനും കൂടെ വരാനുണ്ട്, നോക്കട്ടെ. വേറൊരു എഴുത്തം വന്നിട്ടുണ്ട്. ഓ, റൈഡർ തന്നെ. ഇത് 6 വണ്ടിയാണ് എടുത്ത് 6 മുട്ടിച്ചോണ്ടൊക്കെ വന്നേക്കുവാണ് ഗൈസ്. 6 വണ്ടിയൊക്കെ ഇവിടുന്ന് എടുത്തോണ്ട് വന്നേക്കുന്നു. ബിയോണ്ട് എൻട്രി ഉണ്ടായിരുന്നോ ഗൈസ്? നിങ്ങൾ കണ്ണാടിയൊക്കെ വെച്ച് ഇത് ഓട്ടയല്ലേ? എടാ ഹെൽമെറ്റ് എന്ത്? പറഞ്ഞൊന്നുമില്ല. നിങ്ങളെന്നാ പോയിട്ട് വാ. ഓക്കെ, ശരിയെന്നാ. ഓക്കെ, ഹാപ്പി ജേണി. ഇവൻ വരുമ്പോഴാണല്ലോ പട്ടിയെല്ലാം കൂടുന്നത്. നിന്നെ കാണുമ്പോഴാ കുഴപ്പമൊന്നും. ഓക്കെ ഗൈസ്, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. മപ്പർ റൈഡറാ ഗൈസ്, വിഷയ റൈഡർ. ഞാൻ പേടിച്ചാടിക്കുക. അപ്പൊ രണ്ടാന്മാരെ കാണുന്നില്ല. നമ്മള് ഇല്ലിക്കല്ല് പോവാണ് ഗൈസ്. ഇല്ലിക്കല്ല് ബാക്ക് സൈഡിലോട്ടാ പോകുന്നത്. സ്റ്റാമിന ഇല്ല മല കയറാനും. മേലെന്നാ പറയുന്നത്. പക്ഷെ അമ്മാരെ കാണുന്നില്ല, ഇന്ത്യയൊന്നും കാണുന്നില്ല. നമ്മളിപ്പോ കോട്ടയത്ത് തന്നെ ഇപ്പൊ തന്നെ 3 മണിയായി ഗൈസ്. ഞാൻ അവിടെ ചെല്ലുമ്പോ എന്തായാലും സമയം പോകും. ഇവന്റെ കോടിയിലും കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രാവൽ വ്ളോഗ് ഇനി നല്ല കണ്ടന്റ് ചെയ്താലോന്നൊക്കെ എനിക്കുണ്ട്. നമ്മൾ നോക്കട്ടെ, ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം. ഒന്നാമത്തെ കാര്യം നമുക്കിപ്പോൾ ടൈമില്ല, അതാണ് മെയിൻ കുഴപ്പം. ടൈമില്ല, പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ നമ്മള് ഇങ്ങനെ നിൽക്കുവാണ്. ഇരിക്കുന്നത് പോകാനുള്ളൊരു മൈൻഡാണ്. എന്നാൽ പിന്നെ വ്ളോഗും എടുത്തേക്കാന്ന് വെച്ച്. ഓക്കെ, അമ്മാരെ നോക്കട്ടെ കൈ അടിക്കുക. ഗൂഗിൾ പേ 150. അതിന് മുന്നേ നമ്മൾ പെട്രോൾ അടിച്ചായിരുന്നു. മതി. അയ്യോ, തീരുമാനിക്കും. 2 വട്ടം ഉണ്ടല്ലോ, മേടിക്കണ്ടല്ലോ. ഓക്കെ ഗൈസ്, പെട്രോൾ അടിക്കട്ടെ. കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാല എത്താറായിട്ടുണ്ട്. പതുക്കെ പോവാണ്. ഓടിയാണ് ഞാനിവിടെ
ഒരു വിധത്തിലാണ് ഇരിക്കുന്നത് ഗൈസ്. ഇന്ന കാര്യം ചെല്ലുവോ? വരുന്നുണ്ട് ഗൈസ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പാലം എത്താറാകുന്നുണ്ട്. അവിടുന്ന് ഇരിക്കക്കല്ലി ബാക്ക് സൈഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. മെയിൻ സൈഡിലെ ബാക്ക് സൈഡ് മല കയറാൻ പോകും. മല കയറുമോ ഇല്ല എന്നൊക്കെ ചെന്ന് അവിടെ ചെന്നിട്ട് മല കയറും ഇങ്ങനെ എല്ലാവരും പറയുന്നത്. മല കയറട്ടെ എന്നിട്ട് പറയുന്നത്. അങ്ങോട്ട് പോട്ടെ, വണ്ടി ഇരിക്കുന്ന പറയുന്നൊന്നും കേൾക്കുന്നില്ല ഗൈസ്. എന്താണ് പറയുള്ളൂ? എന്താ പറയുന്നുണ്ട് ഗൈസ്? ചോദിക്കട്ടെ. ഇവിടെ കപ്പിൾസിനെ പോലെ വർത്താനൊക്കെ പറഞ്ഞു രണ്ടുപേരും. കപ്പിൾസിനെ പോലെ ഉണ്ട്. എന്നാ ഡൗട്ട്? ഡ്രോൺ ഷോട്ട്. ഡ്രോൺ തന്നെ ഇല്ല. ഡ്രോൺ ഒരെണ്ണം മേടിക്കണം. എന്നിട്ട് ജോർജ് ഞാനിട്ട് തൊടുപുഴ ആഗസ്റ്റ് മാസം 2-ാം തീയതി അപ്പൊ നേരെ പോയാണ്. അവര് ചെറുക്കനും ഡൗട്ടാ. അങ്ങനെ പിടിച്ചിരിക്കടാ, മറിഞ്ഞു വീഴും. വീണ്ടും കണ്ടിരിക്കുന്നു ഗൈസ്. എന്താണ് ഗൈസ് പറയാനുള്ളത്? ഇവരെവിടെയെങ്കിലും കൊണ്ട് കയറ്റിക്കും ഗൈസ്. ഞങ്ങൾ അവിടെ എത്തുന്നു തോന്നില്ല. എന്നാ ഗൈസ് നമ്മൾ പാലയോ എന്നാണ് ഇവിടെ കൊണ്ട് ഇറക്കിയത്? ഇവിടെ പൊട്ടാ അവിടെ നേരെ വന്നാ പോരായിരുന്നു. ഇത് എന്നാ മണ്ടത്തരമാണ് ഗൈസ് നമ്മൾ കാണിച്ചത്. അടാ നമ്മള് ഒരു വഴിയെന്ന് തിരിഞ്ഞില്ലേ, ബൈപ്പാസിലോട്ട് തിരിഞ്ഞില്ലേ, അവിടുന്ന് തിരിഞ്ഞില്ലേലും നേരെ വന്നാൽ ഇവിടെ വരണറിയില്ലേ? ഓക്കെ ഗൈസ്. അവിടെ ഞാനവർക്ക് ആ വഴി തന്നെ പോകാന്. ഇങ്ങോട്ട് പോയി വഴി ഇങ്ങോട്ട് തന്നെ കാണിക്കുന്നത്. നേരെ വന്നാ മതി. അതല്ല ഇനി നേരെ വെക്കൂ. ഓക്കെ ഒന്ന് നോക്കിക്കേ ഇങ്ങോട്ട്. പിടിച്ചിരിക്കുക കേട്ടോ. ഒരു കൈ അവനെ കെട്ടിപ്പിടിയാ. അവൻ പേടിച്ചാണ് കഴിച്ചിരിക്കുന്നത്. എന്താ ചെയ്യാനാ? അവനിങ്ങനെ പാവൊരു നിഷ്കളങ്കം പയ്യനാണ്. വലിയ വിവരമില്ല. എന്നാ ഭയങ്കര പഠിത്തം. ജർമ്മനൊക്കെ ഭയങ്കര പഠിത്തം. ഈ പറപ്പിക്കട്ടെ കഴിച്ച് ഞങ്ങള്. ഓക്കെ ഇങ്ങോട്ട് എത്തി. വണ്ടിയെല്ലാം സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഭയങ്കര ദാഹം. എന്നാലും കുടിക്കട്ടെ കഴിച്ച്. നമ്മള് ഇതാക്കിക്കോട്ടെയാണ് ഇവിടുന്ന് മണ്ടക്കോട്ടെയാണ്. എല്ലാവരും നോക്കുന്ന വ്ളോഗൊക്കെ കണ്ടിട്ട് എന്നെ ചെയ്യാന്ന് പറഞ്ഞു. മച്ചാനെ എങ്ങനെയുണ്ട് വണ്ടിയുടെ പുറകെ ഇരുന്നിട്ട്? കൈയൊക്കെ ഉണ്ടോ? പിടിച്ച് ഇറുക്കി കമ്പിയൊക്കെ തോന്നുന്നു. കമ്പിയൊക്കെ ഇരുത്തി വളച്ച് ഇങ്ങനെ തന്നെയായിരുന്നു ഈ കമ്പി ഇരുന്നത്. വളച്ച് കമ്പിയൊക്കെ ബലം പിടിച്ച് പൊട്ടിച്ച് കഴിയും. ഇനിയെ ബലത്തിൽ പിടിച്ചിരിക്കണ്ടേ. ഇനി എയർപ്പിന്റെ ഇങ്ങനെ വളവും തിരിവും ഹോസ്റ്റലിൽ കൊടുക്കാനുള്ളേ. നമുക്ക് കഴിച്ച് ഞങ്ങൾ മുന്നിൽ പിടിക്കട്ടെ. വെള്ളമൊന്നും പിടിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ഒരു ഫോൺ ഹോൾഡർ ഉണ്ട്. ഇതിനകത്ത് ഫോൺ ഇരിക്കത്തില്ല. ഇങ്ങനെ ചാടി വരും. ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ പോകത്തില്ല, ഇങ്ങനെ ചാടി പോകുന്നതാണ്. കുഴപ്പമില്ല. റബ്ബർ ബാൻഡൊക്കെ മേടിക്കുന്നുണ്ട്. അവന്റെ ഫോണാ, അതാണ് ഇത്ര ടെൻഷൻ. റബ്ബർ ബാൻഡ്. ഫോൺ ഹോൾഡറെ ഫോൺ ഇരിക്കത്തില്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാം ഗൈസ്. ന്യൂ ഐഡിയ അൺലോക്ക്ഡ്. ഇനി ടെൻഷൻ ഇല്ലല്ലോ. ഓക്കെ ഗൈസ് ഫിക്സ് ചെയ്തു. റബ്ബർ ബാൻഡ് വെച്ച് ഫിക്സ് ചെയ്തത്. ഏതാ ടെക്നോളജിയാ. നമ്മൾ പോട്ടെ. നമ്മൾ ഈ വണ്ടി എടുക്കട്ടെ. ഞാൻ ഓടിക്കണം. ഇതിനി കയറ്റം ഓടിച്ചാൽ കയറത്തില്ലെന്ന് അവൻ പറയുന്നത്. ഇനി ഞാൻ ഓടിക്കാം ഗൈസ്. ഓക്കെ ഇനി അങ്ങോട്ട് കയറട്ടെ ഗൈസ്. വണ്ടി എടുത്ത് പോന്ന കടയിൽ നിന്ന് നമ്മള് പണി പൈസ കൊടുത്തില്ല, മറന്നുപോയി. അമ്മാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവിടം വരെ വന്നപ്പോഴോ ഓർത്തെ ഞങ്ങളാ റബ്ബർ ബാൻഡ് മനപ്പുറം എന്ന് പറഞ്ഞു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളേ കഴിച്ചു. ചില കടയിൽ കയറിയിട്ട് നമ്മുടെ അടുത്ത കടയാണോ കുഴപ്പമില്ല. പിന്നെ വൈകിട്ടാണെങ്കിലും പോകുമ്പോൾ കൊടുക്കും. ഇതിപ്പോ ആ പയ്യന് നമ്മളോട് ചോദിച്ചത്. നമ്മളെല്ലാം വണ്ടി എടുത്ത് പോരുകയും ചെയ്ത്. അവരും ചോദിച്ചില്ല.
അല്ല വണ്ടി എടുക്കുന്ന കാണുമ്പോൾ അവൻ വന്ന് കടയിലിരിക്കുന്ന അവൻ വന്ന് ചോദിക്കാം. ഒരു കുഞ്ഞ പയ്യനാ കടയിലിരുന്ന്, അവന് ഓർത്തില്ല. ഇത് നമ്മുടെ ഒരു മര്യാദയ്ക്ക് നമുക്ക് വേണം കൊടുക്കാൻ വേണം പോകാൻ. പക്ഷെ നമ്മളത് ചെയ്തില്ല, നമ്മൾ അമ്മരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവൻ പറഞ്ഞു നമുക്ക് കൊടുക്കാതെ പോകാന്ന്. പക്ഷെ ഞാനത് സമ്മതിച്ചില്ല ഗൈസ്, ഞാനത് സമ്മതിച്ചില്ല. അതുകൊണ്ട് അമ്മാരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അമ്മാരെല്ലാം പറഞ്ഞ് പൈസ കൊടുക്കാൻ പോവാ, ഇവിടം വരെ വന്നില്ല, ഇനി അങ്ങ് പോയേക്കാന്ന്. പക്ഷെ ഞാൻ നീതിക്ക് നിലക്കാത്തൊന്നും ചെയ്യത്തില്ല ഗൈസ്. ഇല്ല അമ്മാരല്ല. ഇനി അമ്മാര് പൈസ കൊടുത്തിട്ട് വരട്ടെ ഗൈസ്, എന്നിട്ട് പോവാം. പോസ്റ്റാ അമ്മാരെ താഴെയാണ് കട. ഞങ്ങള് ജസ്റ്റ് വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുന്നത് ഓർത്തല്ലേ, മനഃപൂർവ്വം കൊടുക്കാൻ. അല്ല ഞങ്ങള് തിരിച്ചു വരുമ്പോഴായാലും കൊടുത്തേനെ, അത് വേറെ കാര്യം. ഞാൻ ഈരാറ്റുപേട്ട വരുമ്പോ എപ്പോഴും ആ കട കയറിയാ വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം കയറിയപ്പോഴും വെള്ളം കുടിക്കുമ്പോ. ഓക്കെ, ഇത് ഇല്ലിക്കക്കല്ലിന്റെ ബാക്ക് സൈഡാണ് ഗൈസ്. നമ്മുടെ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ഹൈയസ്റ്റ് റോഡ് അല്ല, എന്നാ കോട്ടയത്ത്. അതാ നമ്മുടെ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ഹൈയസ്റ്റ് റോഡായിട്ടുള്ള ഇതല്ലേ, അത് നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. അങ്ങനെ നിങ്ങളുടെ എറണാകുളത്ത് തന്നെ എങ്ങനെയുണ്ടോ സ്ഥലം? എങ്ങനെയുണ്ട്? മെട്രോ പില്ലർ, പാലാരി വട്ടം. നോക്ക് ഗൈസ് ആ വ്യൂ എന്നാ രസമാണ്. ആ സ്കൈ നോക്കൂ ഗൈസ്, കണ്ടോ മഞ്ഞവട്ടം അല്ല, ഒരു ഇടില്ല. കൊള്ളാം. അപ്പാപ്പി കട്ടപ്പാപ്പി, അപ്പാപ്പി തന്നെ, അപ്പാപ്പി തന്നെ വിഷയം. ആ വീഡിയോ കാണിച്ചേ ആടാ മോനെ. നോക്ക് ഗൈസ്, പൊളി. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ മേളിലോട്ട് കയറുമ്പോൾ കാണിക്കാം. അവിടെയാണ് ഇല്ലിക്കക്കല്ലിന് ബാച്ച്. എന്നാണോ ഇതിൻ്റെ ഫാൻ ഓണായിരിക്കുമോ? സൗണ്ട് വെക്കുന്നുണ്ടോ ഗൈസ്? റേഡിയേറ്റർ ഫാൻ ഓണായോ? ഓരോരുത്തരൊക്കെ കയറി വരുന്നുണ്ട്. ആൾക്കാർ കയറി വരുന്നുണ്ട് ഗൈസ്. നമ്മൾ ഈ വർഷം ഇല്ലിക്കക്കല്ല് വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് ഇവിടെ വന്നു. എങ്ങനെയുണ്ട് മച്ചാനെ? വ്യൂ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടത്? നിന്റെ സ്ഥലം കൊല്ലമല്ലേ? അവൻ കൊല്ലംകാരനാണ് ഗൈസ്. അവിടെ ഫോട്ടോഷൂട്ടാ. എന്തുട്ടായി കാണിക്കുന്നേ? ഈ ഏണിയാണല്ലോ ഇവനൊക്കെ ഏണിയാണല്ലോ. ഏണിയാ ഗൈസ് ചുമ്മാ. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഗൈസ്. ഇതന്നെ ഗൈസ്, ഇതന്നെ കൃഷിയാ. ഈ മരം തന്നെ കുറെ ഉണ്ടല്ലോ. കൊള്ളാം. അവിടെ അങ്ങോട്ട് വരാം ഗൈസ്. കിടിലം വ്യൂ. കലും കൊണ്ട് ഗൈസ് ഇവിടെ ഇരുന്നിട്ട് ഈ വ്യൂ ഏതാ എൻ്റെ മോനെ, ഒരു വ്യൂ രക്ഷയില്ലല്ലേ. ഐ ലവ് ദിസ് വ്യൂ ഗൈസ്. വാവ്, നമ്മുടെ കോട്ടയം ജില്ലയിലെ സ്ഥലം. കൊള്ളാം ഗൈസ്. മുടിയൊക്കെ ഓക്കെ ഗൈസ്, ചാറാ മേക്ക് എ സീൻ. ഇവന് ഉന്തി ഇട്ടാലോ, നമുക്കൊരു കണ്ടന്റ് ആവും. ഇവനെ ഉന്തി ഇട്ടാലോ. നമ്മൾ എക്സൈസ് പിടിച്ചേക്കോ ഗൈസ്. നമ്മൾ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, വിട്ട് നമ്മളെ അങ്ങനെ പിടിക്കാവൊന്നുമില്ല. ചുമ്മാ ഒരു ഇതുവഴി ഇങ്ങനെ പിള്ളേർ സെറ്റൊക്കെ വരുന്നോണ്ട് അവര് ചെക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇവനെയൊക്കെ കണ്ട് ചെക്ക് ചെയ്യാതിരിക്കോ ഗൈസ്. മച്ചാൻ ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെ? അപ്പാപ്പി ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സത്യം ഗൈസ്, ചെക്ക് ചെയ്യുന്ന അത്രേ ഉള്ളൂ. എന്റെ തലയൊക്കെ നല്ലതായിട്ട് ചെക്ക് ചെയ്തു. എന്റെ ഹെൽമെറ്റിന്റെ ആകുവേ, ഹെൽമെറ്റ് 2 പ്രാവശ്യം മേടിച്ചിട്ട് നോക്കി. നമ്മൾ ഇല്ലിക്കക്കല്ല് വന്നിട്ടുണ്ട്. അതാണ് ഇല്ലിക്കക്കല്ല്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക് ഗൈസ്. ഒന്നുമില്ല. ആ വണ്ടി മറിഞ്ഞു പോകണം, അത് മര്യാദയ്ക്ക് വെക്കണം. എന്റെ വണ്ടി അതിൽ ഇങ്ങനെ കയറ്റിട്ട് അങ്ങനെ വെച്ചാൽ മതി. അങ്ങോട്ട് കയറ്റി അവിടെ വെച്ചാൽ ഗൈസ്. വണ്ടി ഒന്ന് നോക്കട്ടെ, ഇത് മറിഞ്ഞു പോകാം. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. നമ്മൾ വേണ്ട അവിടെ വെച്ചാൽ കണ്ട എക്സൈസ് പിടിച്ച ഈ വളവിൻ്റെ താഴെ. അയ്യോ, നമ്മൾ മലയിലോട്ട് കയറട്ടെ. താക്കോലെടുത്തു? ഞാൻ എടുത്തില്ല, താക്കോലൊന്നും എടുത്തില്ല. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ മണ്ടക്കോട്ട് കയറട്ടെ. നമ്മൾ മല കയറാൻ പോണേ. ഇവൻ്റെയൊക്കെ ഓവർ കോൺഫിഡൻസ് ആണ്.
നമുക്ക് നോക്കാം ആരെ അവിടം വരെ കയറുന്നു. ഞാൻ ഇതിന്റെ പകുതി വരെ അന്നും കയറിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴേ വരുന്ന കയറാൻ. നല്ല അത്യാവശ്യം ട്രക്കിംഗ് ഉണ്ട് ഗൈസ്. ഉണ്ടോ കാടിന്റെ സൗണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് കാടിന്റെ സൗണ്ട്. എടാ മുള്ളമ്പന്നിയൊക്കെ ഉണ്ട് കേട്ടോ. മുള്ളമ്പന്നിയുണ്ട്. ആ ഇത് കാടാ ബ്രോ. എല്ലാം ഒരു വഴിയാ. നീ വഴിയോ? ഏത് ഏത് ഇല്ല ഇത് കറക്റ്റാ. നീ വാടാ. അവൻ വഴി തെറ്റാന്നൊക്കെ പറയുന്നത്. അയ്യോ കായ്സ് ഒന്നും കേറിയിട്ടില്ലേ. ചെറിയ അണപ്പ് വരാൻ തുടങ്ങി. അയ്യോ ഈ പ്രാവശ്യം ഞാൻ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് തിരിച്ചിറങ്ങാൻ നേരം സ്ലിപ്പായി താഴെ ചെന്നു തെന്നിപ്പോയി ഗൈസ്. അന്ന് പിന്നെ ചെറിയ മഴയുണ്ട്. അയ്യോ ഓ ഗൈസ് ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വെച്ചോളെ. റോട്ടിൽ നിന്ന് കയറി ഇത്ര വന്നു. അയ്യോ ഇതാണ് ഗൈസ് സിറ്റുവേഷൻ. അയ്യോ ഇതൊക്കെ എളുപ്പമല്ല. ഓക്കെ ഗൈസ് നടന്ന് ഇങ്ങോട്ട് ജോയിന്റ് ആയി ഗൈസ്. ഇതുവഴി കയറി പോ. അതൊക്കെ ജീവിതം ഞാൻ ഇനി മുന്നേ വന്നു. ഇതുണ്ടോ ഗൈസ്? ഇതാണ് കാട്ടിന്താ. അവൻ 2 സ്റ്റെപ്പ് വെച്ചത് അണയ്ക്കാൻ തുടങ്ങി. അവന്റെ ആവേശമൊന്നും ഇതൊന്നും അല്ലായിരുന്നു ഗൈസ്. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ 10 പ്രാവശ്യം അമ്മ നടന്നു. നീ നടന്നു പതുക്കെ പോവുക. അയ്യോ വഴിയെന്തി അറിയാതെ ഞാൻ ഇത് പറഞ്ഞില്ലല്ലേ. ആ ഇതാണ് ഗൈസ് വഴി. ഈ വഴി തന്നെ ആയിരിക്കും. കുറെ വഴിയുണ്ട് ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് നമുക്ക് ചാനലാവും. എന്നാലും ഒരു വ്യൂ പോയിന്റ് ചെല്ലും. അതുറപ്പാ. ഉണ്ടോ ഗൈസ് വഴിയൊന്നും ആ ഇതൊരു മെയിൻ വഴിയിലെത്തി. ഇത് കണ്ടോ ഗൈസ്? ഇതൊന്നുമല്ല, നമ്മൾ കയറി ഇതിൻ്റെ ഒരു 3/4 വന്ന് കയറിയതാണ്. എന്നിട്ട് തിരിച്ചിറങ്ങി പോന്നു. അന്ന് മഴയും മഞ്ഞും ഒക്കെ ആയിട്ട് വഴിയൊന്നും കാണാൻ മേലാതായിപ്പോയി. അന്ന് പിന്നെ വ്ളോഗൊന്നുമില്ല. അല്ലാതെ അന്ന് കാണിച്ചു തരായിരുന്നു. അന്ന് ഈ കടയൊക്കെ വരുന്നതിന് മുന്നേ ഞങ്ങൾ വന്നിട്ടുണ്ട് ഗൈസ്. വഴി നോക്ക് ഗൈസ്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക് ഗൈസ്. അത്യാവശ്യം കയറി വന്നിട്ടുണ്ട്. അത്യാവശ്യമല്ല അവിടുന്നല്ലേ വന്ന. ഒന്നും ആയിട്ടില്ല, ഇനിയുണ്ട് ഗൈസ്. ഇനി കുറച്ച് നടന്ന് കയറട്ടെ എന്നിട്ട് കാണിക്കാം ഗൈസ്. അങ്ങോട്ട് എന്നെ ഈ കാണിക്കുന്നേ. പിന്നെ അങ്ങോട്ടോ കയറി പോട്ടോ മച്ചാനെ. എക്സസൈസ് വന്നോളൂ. പിന്നെ അമ്മാര് പിന്നെയും കയറി വന്നു ഗൈസ്. അമ്മാർക്ക് ആരും ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല അമ്മാർ ഇങ്ങനെ ഇവിടെ തന്നെ റൗണ്ട് അടിക്കും. നേരത്തെ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. എന്നാടാ വയ്യാടാ ഇത് ഇറങ്ങും. വലിയ സീനില്ലല്ലോ. വന്ന വഴി തിരിച്ച് പുറകോട്ട് നോക്കാത്ത ഗൈസ് നല്ലത്. അയ്യോ അത് ശരിയാണോ? ഇതുണ്ടാ ഗൈസ്, നമ്മൾ അഡ്വഞ്ചറിങ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇതൊന്നും നമുക്ക് വലിയ പുത്തരിയല്ല. പിന്നെ ഇമാർക്ക് ഇതൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ കൂടെ അങ്ങ് കയറുന്നേ ഉള്ളൂ അല്ലടാ. അതായാലും പോവാ ആണ്ട്രാ. ഇതാ വഴിയുണ്ട്. നല്ല അണ അടിക്കുന്നുണ്ട് ഗൈസ്. ഉറവ പോകുന്നുണ്ട് ഗൈസ്. ഉറവ ഇനി കുറച്ച് നടക്കട്ടെ ഗൈസ്. അടപ്പളകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപ്പളകി ഒന്നും ആയിട്ടില്ല ഗൈസ്. ഇതൊരു ചെറിയ വ്യൂ ആ. ഇവിടെ നല്ല സ്ലിപ്പറിയാണ് ഗൈസ്. ഇനി തിരിച്ചിറങ്ങി വരുമ്പോഴാണ് പോസ്റ്റ്. നല്ല വ്യൂ ഉണ്ട്. കയറുന്നതിന് വെറുത്താണോ എന്ന് വെച്ചാൽ വെറുത്താണ്. ഈ മലയാണോ? ഞാൻ അതുവഴി കയറിയേക്കുന്നത്. ഞാൻ ചെല്ലുന്ന നേരെ ഒരു ലാൻഡിങ്ങല്ല. അവിടുന്ന് പിന്നെ ഒരു കുത്തനെ കയറ്റോ. പിന്നെ ഗൈസ് ഇത് കയറട്ടെ. ഇവിടെ ക്യാമറ ആയിട്ട് കയറാൻ പറ്റത്തില്ല, സ്ലിപ്പറി ഭയങ്കര. ഇനി നമുക്ക് കുറച്ചും കൂടെ കയറാവുള്ളൂ. ഉണച്ച് ഊപ്പാടിളകി. കയറിക്കോളൂ വരുമോ? ആണ്ടെ ഇതിൻ്റെ മണ്ടയ്ക്ക് വന്നാൽ മതി തോന്നേ. കുറേ പേര് ഇറങ്ങുമോ? എല്ലാവരും ഇറങ്ങുമ്പോൾ നമ്മൾ കയറുവാണ് ഗൈസ്. ഇനി കയറട്ടെ ഗൈസ് അങ്ങോട്ട്. ഓക്കെ അണച്ച് പണ്ടാരടങ്ങി. ഇനി ഇച്ചിരിയും കൂടെ ഉള്ളൂ.
വൺ സൈഡ് ആറേ വ്യൂ നോക്ക് ഗൈസ്. ഇത്രയും കഷ്ടപ്പെട്ട് അണച്ച് കയറി വന്നാൽ നമുക്ക് വെർത്താണ് ഗൈസ് വ്യൂ. ചത്താ ഒരുത്തൻ്റെ അത്ത് കിഡിലാണ് ഗൈസ്. വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രമൈസ് ഇല്ല. നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇത്ര നല്ല സ്ഥലം അല്ലാടാ. ആ എവിടെ അങ്ങ് ഇവിടെയൊക്കെ മലയുടെ ഏതൊക്കെ സൈഡിൽ ആൾക്കാരുണ്ട് ഗൈസ്. അവിടുന്ന് ഇവിടുന്നൊക്കെ ഇതാ നമ്മളൊരു മുക്കാ പാലം ആയി ഗൈസ്. നാക്കൊക്കെ കുഴയുന്നു. ആ ശകലം കൂടെ ഉള്ളൂ. 2 കുപ്പി വെള്ളമായിട്ട് കയറണ്ടായിരുന്നു ഗൈസ്. ഇനി ഈ കുത്തനുള്ള ഇറക്കമൊക്കെ സമയം ഇപ്പം 6 മണിയായി. ഇനി ആ തിരിച്ചിറങ്ങുമ്പോൾ ഫുള്ള് ഇരുട്ടായിരിക്കും. നല്ല സ്ലിപ്പറിയാണ് ഗൈസ് മൊത്തം. ഇറങ്ങാൻ നല്ല ടാസ്ക്കാണ് ഗൈസ്. കൊള്ളാം വ്യൂ, ഒരു കോംപ്രമൈസിങ് ഇല്ല. നോക്ക് ഗൈസ് എന്ത് രസമാണ്. നമ്മുടെ ഭൂമിയിൽ ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. എല്ലാവരും പോയി കാണണം ഗൈസ് അല്ലേ. ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ് ഗൈസ്. ഇതെല്ലാവരും കാണ്. വാവ്, ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലമാണ്. ഏതേതേ മഞ്ഞവട്ടം അടിക്കുന്നുണ്ട് ഗൈസ്. വന്ന് 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 മഞ്ഞവട്ടം അടിക്കുന്നുണ്ട് ഗൈസ്. ബ്രോ ഫാസ്റ്റ് ഡ്രിങ്കൻ. ഓക്കെ ഗൈസ്, കുറച്ച് വെള്ളം ഡ്രിങ്ക് അടിക്കട്ടെ. നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ്, അതാണ് ഫ്രണ്ട് സൈഡ് ആ കാണുന്നത്. ഇതാണ് ഇല്ലിക്കക്കല്ല്. നമ്മൾ ഈ വഴി കയറിയാണ്ട് അവിടെ ചെല്ലുന്നതാണ്. ഇതാണ് ഫ്രണ്ട് സൈഡ്, അപ്പുറത്തെ വഴി. നമ്മൾ ബാക്ക് സൈഡിലാണ് വന്ന് നിൽക്കുന്നത്. ഇതുകൊണ്ട് അവിടെ ആൾക്കാരൊക്കെ കാണും. ഇല്ലിക്കക്കല്ല് ഉണ്ടോ? ഇതൊക്കെ എൻ്റെ വ്ളോഗിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇഡിലും വീണു ഗൈസ്, ഒരു രക്ഷയില്ല. അപ്പുറം കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് അങ്ങേറ്റത്ത് 60 FPS ആണ്. അതുകൊണ്ട് അവിടെ ആൾക്കാർ ഇഷ്ടം പോലെ നിൽക്കുന്നത്. ആടുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു രക്ഷയില്ല ഗൈസ്. ഇനി ശക്കലം കൂടെ ഉള്ളു കയറാൻ, പിന്നെ പരിപാടി തീർന്നു. വെട്ടം പൊക്കോണ്ടിരിക്കുന്നുണ്ടോ, കുത്തനെ അങ്ങോട്ട് ഇറക്കാം. യോ ഗൈസ്, ചത്ത് ഗൈസ്, പാട്ടമായി. അയ്യോ, ഇപ്പോഴും ആൾക്കാർ കയറി വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഓക്കെ, ഒന്നും പറയാൻ മേല. അടുത്ത് തന്നെയാണ്. ഇവനെ എണീക്കണ്ട, അമ്മ രണ്ടുപേരും കയറി. നമ്മുടെ കൂടെ നിന്ന കുറേ പയ്യന്മാരും കയറിപ്പോയി. ഇവിടെ നിന്ന് സൺസെറ്റ് കാണണം ഗൈസ്. ഒരു രക്ഷയില്ല. സൂര്യൻ ഇങ്ങനെ പതുക്കെ താന്നുകൊണ്ടിരിക്കുക. വീഡിയോക്കകത്ത് എത്ര ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. ഇതുകൊണ്ട് ഗൈസ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കിടിലം വ്യൂ ആണ് ഗൈസ്. സണ്ണിങ്ങനെ പതുക്കെ താഴെ നല്ല കാമായിട്ട് പീസ്ഫുള്ളായിട്ട് ചീവീടിൻ്റെ സൗണ്ടും കാടിൻ്റെ സൗണ്ടും. അവിടെ നിന്ന് എന്തോ കിളിയൊക്കെ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ കേൾക്കാം. നല്ല കാമായിട്ട് നല്ല റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. സൺസെറ്റ് കാണുക. ഒരു രക്ഷയില്ല ഗൈസ്, വിഷയമാണ് ഗൈസ്. ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയി സൂര്യൻ ഇതന്നായിരുന്നാണ് സൺസെറ്റോ, ഇതിൻ്റെ മലയാളം തന്നെ സൂര്യാസ്തമയമൊക്കെ കാണുന്ന റിലാക്സ് ആയിട്ട്. നമ്മൾ ഈ സൂര്യോദയം ഇതാണ്, സൺറൈസാ, സൂര്യാസ്തമം. ആ സാധനം സൺസെറ്റ് പോയിരുന്ന് കാണുന്നത്. നമ്മൾ തിരക്കിൽ നിന്നൊക്കെ വിട്ട് മാറി നിന്നിട്ട് ഇതുപോലെ ഒരു ബീച്ചിലാണേലും ഇതുപോലുള്ള സ്ഥലത്താണേലും പോയിരുന്ന് കണ്ട് ഇങ്ങനെ ഇന്ന് കണ്ട് സൂര്യാസ്തമയമൊക്കെ കണ്ടിരുന്ന റിലാക്സ് ആയിട്ട് നമ്മുടെ മൈൻഡെല്ലാം റിലാക്സ് ആവും. ഇനി ഒന്ന് കാണും. ആണ് അവിടെ ആരണ്ടൊക്കെ നിൽക്കുന്നു ഗൈസ്. ഇതൊരു ഫീൽ തന്നെയാണ് ഗൈസ്. ഞാൻ ഇതുവരെ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് വന്നൊരു സൺസെറ്റ് കാണാൻ പറ്റിയിട്ടില്ല. വരുമ്പോഴൊക്കെ മുടിഞ്ഞ മഞ്ഞും മഴയൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് കറക്റ്റ് സൺസെറ്റും നല്ല പക്ക വ്യൂ എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. വാ, കിടിലം വ്യൂ, ഒന്നും പറയാം. ഈ ശകലം കൂടെ കയറാറുള്ളൂ. ഈ കാപ്പനൊന്നും എണീക്കുവാണ് പോകാൻ. അമ്മ രണ്ടുപേരും കയറി. നമ്മുടെ കൂടെ വേറെ കുറച്ച് ചേട്ടന്മാരും ഒക്കെ അവരെല്ലാം കയറിപ്പോയി. കയറിയേക്കാം. ഇനി ഞങ്ങൾ മണ്ടയ്ക്കിലോട്ട് കയറട്ടെ ഗൈസ്. ഈ മണ്ടയ്ക്ക് വന്നിട്ട് അന്നേരത്തേക്ക് സൂര്യനെല്ലാം താഴെ. എന്നെ രസമാണ് ഗൈസ്. വെട്ടം കുറച്ചിട്ട് കാണിച്ചു തരാം. അത് എത്ര കണ്ടാലും മതിയാവുന്നില്ല ഗൈസ്. വാട്ട് എ വ്യൂ ഗൈസ്. ഞാൻ പതുക്കെ കയറട്ടെ. ശകലം കൂടെ ഉള്ളൂ. ഇനി മണ്ട ചെന്നിട്ട് വെട്ടം ഉണ്ടാ കാണിക്കാം. ഓക്കെ, ഇല്ലിക്കക്കല്ല്. നമ്മൾ ഇതുവഴി ഒന്നും അവിടം വരെ ഒന്നും ചെല്ലാൻ പറ്റത്തില്ല ഗൈസ്. രണ്ടാമത് കണ്ട് അവിടെ കയറി നിൽപ്പുണ്ട്. ഇവിടെ കൈ പിടിച്ച് കയറാൻ കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ഫ്രണ്ട്, അതാണ് ഇല്ലിക്കക്കല്ല്. അവിടെ രണ്ടുപേര് നിൽക്കുന്നുണ്ടോ ഗൈസ്. നമ്മളിവിടം വരെ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ കയറട്ടെ. ഓക്കെ, ഓരോരുത്തർ ഇറങ്ങി വരുന്നുണ്ട്. ഇത് കയറണം ഗൈസ്. ഓക്കെ, കയറട്ടെ ഗൈസ്. വ്യൂ നോക്ക്, ഒരു രക്ഷയില്ല. മറ്റവൻ വരുന്നില്ല ഗൈസ്. ഞാൻ ഈ സെറ്റ് കയറട്ടെ. എന്നാലും ഇവിടം വരെ വന്നേ. നല്ല ഇരുട്ട. വാട്ടപ്പാറ, ഇല്ലം പാറ ഗൈസ്. പീസ്ഫുൾ. ആദ്യത്തിനെ കാണഞ്ഞ് ഈ വഴിയുണ്ടോ? ആ വഴിയല്ല ഉണ്ട്, ഈ വഴിയാണ്. അടച്ചിട്ട്
ഒരു രക്ഷയില്ല. വീഡിയോ ഓഫാക്കട്ടെ ഗൈസ്, പിടിച്ചു കയറാൻ പറ്റുന്നില്ല. അയ്യോ, കാല് കുത്തുന്നതിനേക്കാളും കൂടുതൽ കൈയാണല്ലോ കുത്തുന്നത്. ഇത്രയും കയറിയിട്ട് കിട്ടുന്ന വ്യൂ ഒരു രക്ഷയില്ല. ഓക്കെ ഗൈസ്, വീഡിയോ നിർത്തട്ടെ. ഒരു കുരിശുണ്ട്, ഏതാ ഫ്രെയിം വരുന്നതേ ചത്ത് കയറി വന്നിട്ടുണ്ട്. കുരിശ് സെൻറ് മേരീസ്, ഒരു രക്ഷയില്ല. ഇവ നോക്ക്, ഏത് കമ്പി? ഇപ്പോൾ സമയം 6:30 ആയി ഗൈസ്. നമ്മളിവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങുക. എല്ലായിടത്തും വൈട്ടമൊക്കെ കത്തി. എല്ലാം തിരിച്ചിറങ്ങുക. അയ്യോ ചത്തല്ലേ, എങ്ങനെയുണ്ടാ? സൂപ്പർ. അപ്പാപ്പിയേ ഫ്ലാഷൊക്കെ കത്തിച്ച് വരുന്നുണ്ട്. പൊന്നു ഗൈസ്, ഇനി വെള്ളമൊന്നുമില്ല. അടുത്തൊരു വ്യൂ. ഇവിടെ വെച്ച് വ്ളോഗ് എൻഡ് ചെയ്യാം ഗൈസ്. ഇവിടെ വെച്ച് വ്ളോഗ് എൻഡ് ചെയ്യാം. നമ്മളിവിടെ കയറിയന്മാർ അവിടെ നിൽപ്പുണ്ട് ഇപ്പോഴും. വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. വ്യൂ കണ്ടല്ലോ. എല്ലായിടത്തും വെട്ടം തെളിഞ്ഞു തുടങ്ങി. നമ്മളിനി പതുക്കെ ഇറങ്ങും. 6:30 കഴിഞ്ഞ സമയം. അയ്യോ, ഒരു രക്ഷയില്ല. നിൽക്കടാ. അപ്പോൾ നമ്മൾ വെട്ടം അടിച്ചിടാം എൻ്റെ മൊത്തോട്ട്. വ്ളോഗ് എൻഡ് ചെയ്യണം ഗൈസ്, വെട്ടമൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്തേക്കാം. എൻഡ് ചെയ്യുമോ? ബൈ ബൈ. ഡിയോണേ എവിടെയാ? അവന് ഒരുത്തന്നെ അതിൻ്റെ ഇടയ്ക്കിപ്പുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണാം. ഔട്ടറിൽ എടുക്കാൻ മേലെ ഗൈസ്, ചത്ത് കൊള്ളാം. വ്യൂ എന്നായാലും എന്തേ ഒരു രക്ഷയില്ല. അവിടെ ആ കുരിശിൻ്റെ അവിടെയാണ് നമ്മൾ. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ബൈ.